ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. ബനൂ ഇസ്രായേലുകളിൽ പെട്ട ഒരു സ്ത്രീ മഹാനായ മൂസാ നബി അലൈഹി സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ നബി യാ നബി ഇന്നി സനൈതു വവലദതു വലദൻ ഫഖതൽതുഹു. മൂസാ നബി അലൈഹി സലാമിനോട് ആ പെണ്ണ് വന്നുകൊണ്ട് ബനൂ ഇസ്രായേലുകളിൽ പെട്ട പെണ്ണ് വന്നുകൊണ്ട് പറയുകയാണ്, യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി സനൈതു, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, ഞാൻ വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല വവലദതു വലദൻ ഫഖതൽതുഹു, വ്യഭിചരിച്ചു, അതിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുണ്ടായ കുഞ്ഞിനെ, ആ പ്രസവിച്ച കുഞ്ഞിനെ, വ്യഭിചാരത്തിലൂടെ പ്രസവിച്ച കുഞ്ഞിനെ ഞാനങ്ങ് കൊന്നു കളഞ്ഞു നബിയേ. മൂസാ നബിയോടാണ് പറയുന്നത്. ഇത് കേട്ട മാതിരി മൂസാ നബി അലൈഹിസ്സലാം ആ പെണ്ണിനോട് പറയുകയാണ്, ഉഖ്റുജി യാ ഫാജിറ ലാ തൻസിൽ നാറുൻ മിനസ് സമാ ഫതഹുറുഖുനാ ബിസുമിക. ആ വ്യഭിചാരത്തിലൂടെ ജനിച്ചതായ കുഞ്ഞിനെ കൊന്ന പെണ്ണ് കൊന്നുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ്, വ്യഭിചരിച്ചു, ജനിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നു, എനിക്ക് തൗബ അല്ലാഹു തരുമോ? നിനക്ക് തൗബയില്ല, എന്റെ അടുക്കൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ മാറിപ്പോയിക്കോ. യാ ഫാജിറ, തെമ്മാടിത്തരം ചെയ്ത പെണ്ണേ, മോശത്തരം ചെയ്ത പെണ്ണേ, വ്യഭിചരിച്ച പെണ്ണേ, നീ എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോ. ലാ തൻസിൽ നാറുൻ മിനസ് സമാ ഫതഹുറുഖുനാ ബിസുമിക. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ മൂസാ നബിയെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനോട് ആ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ അടുക്കൽ നിൽക്കണ്ട, അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്നും അദാബ് ഇറങ്ങുമ്പോൾ, തീ ഇറങ്ങുമ്പോൾ, ആ തീ അല്ലെങ്കിൽ ആ അദാബ് എന്നെയും ബാധിക്കും, അതുകൊണ്ട് നീ എന്റെ അടുക്കൽ നിൽക്കണ്ട, മാറിപ്പോ. പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ ചിന്തിക്കണേ, നല്ലതുപോലെ ആലോചിക്കണേ. നിസ്കാരം ഒഴിവാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ, മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അത് ആണാവട്ടെ, പെണ്ണാവട്ടെ, വയോവൃദ്ധരാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, ആരുമായി കൊള്ളട്ടെ, എന്റെ അടുക്കൽ നിന്ന് നീ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാ. ആ സമയം മലക്കുൽ മുഖർറബ് ജിബ്രീൽ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങൾ എന്തിനാണ് തൗബ ചെയ്ത് മടങ്ങിയതായ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവോട് തൗബയെ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതായ ഒരു പെണ്ണിനെ നിങ്ങൾ മടങ്ങി അയച്ചത് എന്തിനാണെന്ന് ചോദിക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്. മൂസാ നബിയെ നിങ്ങൾ ആട്ടി ഓടിച്ചില്ലേ? അവർ തൗബ ചെയ്തു വന്നതല്ലേ, തൗബ തേടി വന്നവരല്ലേ? അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ എന്തിനാണ് ആട്ടി ഓടിച്ചത്? മൂസാ തൗബ തേടി വന്നതായ പെണ്ണിനെ, വ്യഭിചരിച്ചതായ പെണ്ണിനെ, വ്യഭിചാരത്തിലൂടെ പുറത്തേക്ക് വന്നതായ കുട്ടിയെ കൊന്ന പെണ്ണ് തൗബ തേടിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നതല്ലേ? നിങ്ങൾ എന്തിനാണ് ആട്ടി ഓടിച്ചത് മൂസാ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചോദിക്കാൻ വേണ്ടി, നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ്. അവളെക്കാൾ മോശമായ ആളുകളെ നിങ്ങൾ കണ്ടാലോ? ആ വ്യഭിചാരത്തിലൂടെ പ്രസവിച്ച് ജനിച്ചതായ കുഞ്ഞിനെ കൊന്നതായ പെണ്ണിനേക്കാൾ മോശമായ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, അതിനെ കാട്ടി മോശമായ ആളുകളെ നിങ്ങൾ കണ്ടാലോ? മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ ജിബ്രീൽ വമൻ ഹുവ ശർറുൻ മിൻഹാ, അവളേക്കാൾ മോശമായ ആൾക്കാർ ആരാണ്?
അവളേക്കാൾ മോശമായ ആള് വേറെ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി താരിഖു സ്വലാത്തി ആമിദൻ മുതഅമ്മിദാ. നിങ്ങൾ ഇപ്പോൾ ആട്ടി ഓടിച്ച മോശക്കാരിയാണ് നിങ്ങൾ വിളിച്ച ആ പെണ്ണിനേക്കാൾ മോശമായവർ. താരിഖു സ്വലാത്തി ആമിദൻ മുതഅമ്മിദാ. കരുതി കൂട്ടിയതായ നിലയിൽ നിസ്കാരം ഒഴിവാക്കിയവരാ. ആ പെണ്ണിനേക്കാൾ മോശമായവരെന്ന് മഹാനായ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം